ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ്. ഇത് വലിയൊരു ഇലഞ്ഞിമരമാണ്. ഈ ഇലഞ്ഞിമരത്തിൽ നിറയെ പൂക്കളുണ്ടാവലുണ്ട്. പൂക്കളൊക്കെ വീണ് കിടക്കണ കണ്ടാൽ മുറ്റടിക്കാനേ തോന്നൂല, അത്രക്കും പൂക്കൾ ഉണ്ടാവലുണ്ട്. നല്ല മണമാണ്. കുട്ടികളൊക്കെ മാലയൊക്കെ കോർക്കലുണ്ട്. കുറേ ആൾക്കാർ നിസ്കാരപ്പായലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകലുണ്ട്. ഇത് അമ്മ നട്ട വെറ്റില ചെടിയാണ്. കണിക്കൊന്നമ്മലാണ് പടർത്തിയത്. കണിക്കൊന്നമ്മത്തെ പൂവും ഇലയൊക്കെ കൊഴിഞ്ഞ് പോയിട്ടുണ്ട്. രാവിലെ ചപ്പാത്തി കടലക്കറിയൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചു. അതൊക്കെ കഴിഞ്ഞു ഉച്ചയ്ക്ക് ചോറും മോരുകറിയും മീൻ പൊരിച്ചതും കായ ഉപ്പേരിയും അതൊക്കെ കൂട്ടി ഞാനും ഏട്ടനും ചോറൊക്കെ കഴിച്ചു. അല്ലു സ്കൂളിലിട്ട് വന്നിട്ടില്ല. അല്ലുവിന് എക്സാമാണ്. അല്ലു എക്സാമൊക്കെ കഴിഞ്ഞ് വന്ന് അല്ലു നേരെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോയി. അച്ഛനങ്ങനെ ആടേക്കൊക്കെ വെള്ളം കൊടുത്തു. ഒരു 12:30 ഒക്കെ ആകുമ്പോൾ ആടേക്ക് വെള്ളം കൊടുക്കും. പിന്നെ ഒരു 3 മണി 3:30 ഒക്കെ ആകുമ്പോഴാണ് ആടുകളെ വിടൽ. അത്രയും സമയം ആടുകൾ ആ വെള്ളമൊക്കെ കുടിച്ച് അവിടെ നിൽക്കും. ഈ കൂട് നിറയെ ആടുകളുണ്ടായിരുന്നു. കുറേ ആടുകളൊക്കെ കൊടുത്തു. അച്ഛൻ്റെ കൃഷിയും എല്ലാതും അച്ഛന് ഒന്നിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അച്ഛൻ കുറേ ആടുകളെ കൊടുത്തു. ഈ കൂട് നിറയെ ആടുകളുണ്ടായിരുന്നു. ആടുകളെ വിട്ട് അങ്ങോട്ട് പുഴയൊക്കെ മതി. പിന്നെ അവരെ സമയമാകുമ്പോൾ അവർ നേരത്തെ വീട്ടിലെത്തും. ഇതാണ് ഞങ്ങൾ ആ കാവൽക്കാരൻ. ആടുകളെ വിടുമ്പോൾ കൂട്ടത്തിൽ അങ്ങോട്ട് വിടും. വിട്ട് വൈകുന്നേരം ഇവരൊക്കെ കൂട്ടിയിട്ടേ മൂപ്പര് വരുള്ളൂ. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ കുറച്ച് അരി വെള്ളത്തിലിട്ടു. രാവിലെ പുട്ടുണ്ടാക്കാമല്ലോ വിചാരിച്ചു. റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി ഉണ്ടായിരുന്നു. അത് ചാക്കരിയും പച്ചരിയും രണ്ടും ഒന്നിച്ചിട്ട് പുട്ടിന് അരി വെള്ളത്തിലിട്ടു. റേഷൻ കടയിലത്തെ അരി കഴിയണ വരെ ദോശ, ഇഡ്ഡലി, പുട്ട് അങ്ങനെ മാറി മാറി ഉണ്ടാക്കും. കുട്ടികൾക്ക് കുറച്ച് പുണ്ണാക്കൊക്കെ കൊണ്ടുവന്നിരുന്നു. അതൊക്കെ മാറ്റി വെച്ചു. ഫോണും കൊണ്ട് ഇങ്ങനെ കൊലയിലിരുന്നപ്പോഴാണ് ചെറിയച്ഛൻ ആടുകളെയും കൊണ്ടുവരുന്നത്. എന്നാൽ പിന്നെ അത് വീഡിയോ എടുക്കാമല്ലോ വിചാരിച്ചു. എല്ലാവരും ചെറിയച്ഛൻ അപ്പച്ചനാണ് കേട്ടോ വിളിക്കൽ. മക്കളൊക്കെ എല്ലാവരും അപ്പച്ചൻ അപ്പച്ചൻ എന്നാണ് പറയൽ. ചെറിയച്ഛൻ അച്ഛനെ പോലെ തന്നെയാണ്. ആടുകളും പൈക്കളൊക്കെ ആയിട്ടാണ് ചെറിയച്ഛൻ നടക്കൽ. പുറത്തുള്ള പണിക്കൊന്നും ചെറിയച്ഛനും അച്ഛനൊന്നും പോവലില്ല. അതൊക്കെ കഴിഞ്ഞ് മമ്പാട് പോയി. മമ്പാട് ബാങ്കിൽ ലോൺ അടയ്ക്കാനുണ്ടായിരുന്നു. ലോണൊക്കെ അടച്ചു തിരിച്ചു പോന്നു. വീട് പണി ആയതുകൊണ്ട് ഏകദേശം എല്ലാ ബാങ്കിലും ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോണൊക്കെ അടച്ച് വീട്ടിൽ തിരിച്ചെത്തി. കുറച്ച് കറിവേപ്പില പറിക്കാൻ വേണ്ടിയിട്ട് പോയി. കറി വെക്കുമ്പോഴാവും കറിവേപ്പിലല്ലല്ലോ എന്ന് ഓർമ്മ വരിക. അപ്പോൾ പിന്നെ വേഗം ഓടിപ്പോയി കുറച്ച് കറിവേപ്പിലൊക്കെ പറിച്ചു. അതൊക്കെ കഴിഞ്ഞ് ലച്ചുമോളെ ഫ്രണ്ടും അംഗൻവാടിയൊക്കെ വിട്ട് വന്നു. ലച്ചുമോളെ ഫ്രണ്ടാണ് കേട്ടോ ആദി രാവിലെ വരും കേട്ടോ വീട്ടിലേക്ക്. ആദീൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ പണിക്ക് പോകുമ്പോൾ ആദി നേരെ രാവിലെ വരും വീട്ടിലേക്ക്. പിന്നെ ആദീൻ്റെ കൂടെയാണ് ലച്ചുമോൾ അംഗൻവാടിക്കൊക്കെ പോവൽ. അതുപോലെ തന്നെ വൈകുന്നേരം അങ്ങനെയാണ്. ആദ്യം വീട്ടിൽ പോയി ബാഗൊക്കെ കൊണ്ടുവച്ച് നേരെ ആദി കളിക്കാൻ വരും. പിന്നെ വൈകുന്നേരം ആവും ആദി കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുക. ബാലകുട്ടനും സ്കൂളൊക്കെ വിട്ട് വന്നു. ആദ്യം ലച്ചുമോളും ചായയൊക്കെ കുടിച്ച് അവർ കളിക്കാൻ വേണ്ടിയിട്ട് പോയി. അല്ലു മീനൊക്കെ പിടിച്ച് വന്നു. അല്ലുവിന് വലിയൊരു മീനെ കിട്ടി. നല്ല വലിയൊരു മീനായിരുന്നു. അല്ലു വീഡിയോ എടുക്കാമ്മ പറഞ്ഞ് പിന്നെ അത് നടക്കുന്നു. മീനൊക്കെ നന്നാക്കി കറി വെച്ചു. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഏട്ടൻ വന്നു. ഏട്ടൻ മലയ്ക്ക് പോയി വന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടില്ലായിരുന്നു. അല്ലുവിനും ബാലുവിനൊക്കെ പനി ആയതുകൊണ്ട് വീട്ടിലേക്ക് പോയിട്ടില്ലായിരുന്നു. ഏട്ടൻ വിളിച്ച് പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഏട്ടൻ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. അതൊക്കെ എല്ലാവർക്കും കൊടുത്തു. ചായയൊക്കെ കുടിച്ച് ഏട്ടനൊക്കെ തിരിച്ചു പോയി. വൈകുന്നേരത്തെ ചായയുടെയൊക്കെ കഴിഞ്ഞു. ലച്ചുമോൾ കളർ കൊടുക്കൽ തുടങ്ങി. ലച്ചുമോൾക്ക് അംഗൻവാടിയിൽ നിന്ന് കുറച്ച് പുസ്തകങ്ങളൊക്കെ കിട്ടിയിരുന്നു. ലച്ചുമോൾ അത് കളറൊക്കെ കൊടുത്തു. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.